ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വീവ്. ഇന്ന് ക്യാൻവാസ് യൂസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ലൈനിങ് യൂസ് ചെയ്തിട്ടും നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാൻവാസ് എടുക്കേണ്ടത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ നെക്ക് വിഡ്ത്ത് വേണ്ടത് അതിനെക്കാട്ടിലും 1-1.5 ഇഞ്ച് എക്സ്ട്രാ വിഡ്ത്തുള്ള ഒരു വിഡ്ത്തും അതേപോലെ തന്നെ ഇറക്കം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനെക്കാട്ടിലും ഒരു 1-1.5 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു ക്യാൻവാസിൻ്റെ പേപ്പറാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ്. അപ്പം മടക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത്, നെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴുത്തിൻ്റെ അവിടുത്തെ ആ ഓപ്പണിങ് നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അത് തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് മുൻപ് ഞാനിവിടെ ക്യാൻവാസിൻ്റെ ആ ഒരു ഷൈനിങ് ഉള്ള ഭാഗമാണ് നമ്മൾ ക്ലോത്തിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കേണ്ടത്. അതിലാണ് ഒരു ഗ്ലൂ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് നെക്കിൻ്റെ വിഡ്ത്താണ്. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് എത്രയാണോ അതിൻ്റെ വിഡ്ത്ത് വേണ്ടത് അത്ര നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.5 ഇഞ്ചസ് ആണ് എനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷവും നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ ടോട്ടൽ 5 ഇഞ്ചസ് വരും. അതുപോലെ ഇറക്കം മാർക്ക് ചെയ്യണോടത്താണ് ഇവിടെ ആകെ ഒരു വ്യത്യാസം ഉള്ളത്. 4 ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെയോ ബാക്ക് നെക്കിൻ്റെയോ ഇറക്കം വേണ്ടതെങ്കിൽ നമ്മളിവിടെ 4.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഷോൾഡറിൽ ജോയിൻറ്റ് പോയി കഴിഞ്ഞാൽ അധികവും എല്ലാവരും 1/2 ഇഞ്ചായിരിക്കും ഷോൾഡർ ജോയിനിങ്ങിന് എടുക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 4 ഇഞ്ചിൽ തന്നെ കിട്ടും. ഇനി നമ്മളിതൊരു സ്ക്വയർ ആക്കുക. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ സാധാരണ വിട്ട് കൊടുക്കാറുള്ളത് ക്യാൻവാസിന് 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഞാനിവിടെ ആ 1 ഇഞ്ചിൽ ഇതേ ഷേപ്പിൽ വരച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഭാഗം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഉള്ളിലെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഇതുപോലെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വിട്ട് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പീസ് അവിടെ ബാലൻസ് വെച്ച ശേഷം നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ലൈനിങ്ങോ അല്ലെങ്കിൽ ഏത് തുണിയാണോ അതിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നെക്ക് വിട്ടൊന്നും മാറാതെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അടുത്തത് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ക്ലോത്തിലാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് ഫോൾഡഡ് സൈഡിൽ നിന്ന് നമുക്ക് റെഡി ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് ഇവിടെയും ഞാൻ 2.5 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇറക്കം ഞാൻ ഇവിടെ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്ന ഷോൾഡർ ജോയിൻ ചെയ്യാൻ എടുക്കുന്നത് എങ്കിൽ ആ 1/4 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ഇഞ്ചാണ് ഷോൾഡർ ജോയിനിങ്ങിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ട റെഡി ആയിട്ടുള്ള നെക്കിൻ്റെ വിഡ്ത്ത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2.5 ഇഞ്ചിലൊരു മാർക്ക് ചെയ്തു. അതേപോലെ താഴേക്ക് റെഡിയായി കഴിയുമ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് ഇവിടെ ഞാൻ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് 5 വേണ്ടതെങ്കിൽ 5 തന്നെ കൊടുക്കുക, 4 ആണെങ്കിൽ 4 കൊടുക്കുക. സെയിം ആണ് ഫ്രണ്ടും ബാക്കും ഒക്കെ ചെയ്യേണ്ടത്. ഇനി ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ ഇതുപോലൊരു ബോക്സ് ആക്കിയിട്ട് നമ്മളിതിൽ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തു. ഇനി ഇതിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള സീം അലവൻസ് ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും 1/4 ഇഞ്ച് ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു 2.5 കൊടുത്തിട്ടുള്ള ആ വിഡ്ത്തിൽ കൂടെയും താഴെ നമ്മളുടെ 3.5 കൊടുത്തിട്ടുള്ള അതിൽ കൂടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരും. അതിനുശേഷം നമ്മൾ മുകളിൽ ഓൾറെഡി ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവ് തന്നെ കിട്ടും. ഇതുപോലെ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കണു. അതിനുശേഷം നമ്മളുടെ ആക്ച്വലായിട്ടുള്ള 2.5 ഇഞ്ചസിൽ ഒരു നോച്ചസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. അങ്ങനെ കട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ കറക്റ്റായിട്ട് നമുക്കിതുപോലെ കിട്ടും. ഓക്കെ, നേരത്തെ ക്യാൻവാസിൽ കട്ട് ചെയ്തപ്പോൾ നമ്മളവിടെ ഒരു മുകളിലൊരു പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ 1/4 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണു. അതേപോലെ തന്നെ നമ്മൾ 1/2 ഇഞ്ച് മുകളിൽ നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടും.